വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കൂടാതെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററിലോട്ട് ബി.എഡ് അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ന് 16/6/2025 വരെയായിരുന്നു അപേക്ഷ ഡേറ്റ്. എന്നാൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും സൈറ്റിൽ പല വിഷയങ്ങളുള്ളത് കാരണത്താലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇനിയും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കാത്തതിനാൽ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ 19/6/2025 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക്, അതായത് ബി.എഡ് കൊമേഴ്സ് ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക, കൊമേഴ്സിൻ്റെ ബി.എഡ് അഡ്മിഷൻ അതായത് സെപ്പറേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് തൊട്ടടുത്ത വീക്കിൽ അല്ലെങ്കിൽ ഏകദേശം അതായത് PG അഡ്മിഷൻ റിസൾട്ടോടുകൂടെ വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സിൻ്റെ ബി.എഡ് കൂടി അപേക്ഷ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ കൊമേഴ്സ് ഒഴികെ ബി.എഡ് എല്ലാ വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും അതേപോലെ തന്നെ ബി.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതായത് ഹിയറിംഗ് ഇമ്പയർഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉൾപ്പെടുന്ന മുഴുവൻ പ്രോഗ്രാമുകളിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്ന ഡേറ്റ് നിലവിൽ 19/6/2025 വൈകിട്ട് 5 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള 2-3 ഈ പറയുന്ന 3 ദിവസം കൂടി വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ നിലവിൽ അപേക്ഷ കൊടുത്തിട്ട് പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികളിന് നിർബന്ധമായിട്ടും ഈ ഒരു കാലയളവിൽ നിങ്ങൾ പൂർത്തീകരിക്കുക. കൂടാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫൈനലി കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്ത് വെക്കുക. ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും അടുത്ത സ്റ്റെപ്പിൽ ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ 19-ാം തീയതി കഴിഞ്ഞ ശേഷം ഏകദേശം 20-21 ഈ തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിലവിൽ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഈ സമയത്ത് കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുക. അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരള MG അതേപോലെ കണ്ണൂർ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡേറ്റ് ഓൾറെഡി നിലവിൽ 17-ാം തീയതി വരെയുള്ള MG യൂണിവേഴ്സിറ്റി അതേപോലെ 17-ാം തീയതി അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടൈമുണ്ട്. അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി അത്തരത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ടൈം ഓൾറെഡി ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.